ഹായ് കൂട്ടുകാരെ! എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നും ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വെയിറ്റ് ലോസിന് മാത്രമല്ല, രാവിലെയോ ഇനി ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടുതലും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ ഇത് ഉപകാരപ്പെടുന്നത്. നല്ല ഹെൽത്തിയും ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോഴേ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ സ്ഥിരമായിട്ട് വെയിറ്റ് ലോസ് റെസിപ്പികളാണല്ലോ ഇടുന്നത്, വെയിറ്റ് ലോസ് ചെയ്യുകയാണോ എന്ന്. ചെറുതായിട്ട് കുഞ്ഞിതായിട്ട് വണ്ണം കൂടിയതോ ഒരു സംശയമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ട്രൈ അപ്പോഴേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീട്ടിലുള്ള 2, 3 ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോഴ് ആദ്യം ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. വളരെ കുറച്ച് ഐറ്റംസ് മതി, പക്ഷെ നല്ല ടേസ്റ്റിയുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കുറച്ച് ക്യാബേജും കൂടെ ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാളയും കൂടെ ഞാനൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എല്ലാം നമ്മളിതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും എരിവില്ലാത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്, ഒരു അരക്കപ്പിലും താഴെയായിട്ട് കടലമാവാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതൊന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു അരക്കപ്പിലും താഴെയായിട്ടാണ് കേട്ടോ വെള്ളം ചേർത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മാവ് ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ വെള്ളം കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി എന്ന് കരുതി ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കരുത്. നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമുക്കിത് വേണ്ടുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് ചുട്ടെടുക്കാൻ കഴിയില്ല. കണ്ടോ, ഇത് കണക്കാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. കണ്ടോ, നന്നായിട്ട് ടൈറ്റായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശപ്പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്കിതിലേക്ക് ഓയിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഈ സംഭവം ഈ ബാറ്റർ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒരു ഷേപ്പാക്കി എടുക്കുക. ഞാൻ വളരെ മോശമായിട്ടുള്ളൊരു ഷേപ്പിലാണ് ഇത് ആക്കി എടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ നന്നായിട്ട് റൗണ്ടൊക്കെ ആക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഷേപ്പിലല്ല കാര്യം, ടേസ്റ്റിലാണ്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ഞാനൊന്ന് എങ്ങനെയൊക്കെയോ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പതിയെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ട് ഒന്നായിട്ടുണ്ട്. ഒരു 1-1.5 മിനിറ്റ് മതിയാവും കേട്ടോ ഇത് ആവാൻ. ഇനി നമുക്കത് സൂക്ഷിച്ച് വേണം ഒന്ന് തിരിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നടുക്കൂന്ന് അങ്ങ് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേണ്ട, കറക്റ്റായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗവും കൂടെ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടേ ഒന്നായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയും കൂടെ ചുട്ടെടുത്താൽ മതി. ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും കേട്ടോ. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഉണ്ടാക്കുന്ന ഉടനെ തന്നെ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ചങ്ങോട്ട് തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അതാണ്ട് കണ്ടോ, പുറത്തൊക്കെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് നിറയും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.